ഗൗരി ഉണ്ടാക്കുന്നതെല്ലാം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടല്ലോ. ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ. അല്ല, നിന്റെ പട്ടി ബണ്ണില്ലേ? പട്ടിയോ? എനിക്കെവിടുന്ന പട്ടി? നിന്റെ പട്ടി ബരുവെന്ന് പറഞ്ഞല്ലേ നീ പോയത്? അല്ല, പോയാ നാളത്തെ ചെക്കാര് കൊടുക്കും. അതിനല്ലട സാമി ഉള്ളത്. സാമിക്ക് ഓഡിറ്ററെ കാണാൻ പോണ്ടേ? ചെക്ക് കൊടുത്തു പോയാ പോരെ? അല്ല, തോട്ടത്തിലെ വിളവെടുപ്പ് നടക്കല്ലേ? അതിന് പണിക്കാരുണ്ടല്ലോ. ഭക്ഷണം കഴിക്കുമ്പോ ഒന്നും മിണ്ടായിരിക്കും. പോട്ടമല്ലയ്യ, ഒന്നും പറയണ്ട. അച്ഛനെ വീൽ ചെയറിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ പറയണേ, വാറണ്ടി ഉള്ളതാ. ഇവിടെ ഒരു ഗ്ലാസ് വെക്കാനുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെ. നീ വന്നത് ഏതായാലും നന്നായി. നിന്നോടൊരു കാര്യം പറയാനിരിക്കുകയായിരുന്നു. ചന്ദ്രമോഹൻ മീനാക്ഷിക്ക് ഒരു ആലോചന കൊണ്ടുവന്നിട്ടുണ്ട്. അയ്യേ, ഫുൾ ടൈം കള്ളു പിടിച്ചിടക്കുന്ന അയാളോ? അയാൾ കൊണ്ടുവരുന്ന ആളും കള്ളുപിടിയായിരിക്കും. നമുക്കതൊന്നും വേണ്ട. ചെറുക്കനാവക ദുസ്വഭാവങ്ങളൊന്നുമില്ല. അഥവാ ഉണ്ടെങ്കിലും എനിക്കതൊരു പ്രശ്നമല്ല. സെറുക്കനുടെ ചുറ്റുപാട് കാര്യങ്ങളെല്ലാം വളരെ നന്നായിട്ടുണ്ട്. മീനാക്ഷി സെറുക്കനെ വളരെ ഇഷ്ടപ്പെട്ടു. ഞങ്ങളത് ഉറപ്പിച്ചു. ഇനി മേലെ നീ മീനാക്ഷി ആവശ്യമില്ലാതെ സെല്ല് ചെയ്യരുത് കേട്ടോ. എടാ, ചന്ദ്രമോഹനെ കൊണ്ടുവന്ന ആലോചന വേറെ ആരുമല്ലടാ, നിന്റെ ആടാ ഡബ്ബനാൻ മകനെ. അല്ലെങ്കിലും ഈ ചന്ദ്രമോഹൻ ആള് നല്ലവനാ. പക്ഷേ ഒരു കാര്യം, ഗൗരിയുടെ കല്യാണം കഴിഞ്ഞ് ഇത് നടക്കൂ. മതി, രണ്ടും ഒരുമിച്ച് നടത്താലോ. അവിടുത്തെ സംസാരമൊക്കെ കേട്ടല്ലോ. ഉള്ളിലോരോന്ന് വെച്ചിട്ട് വെറുതെ ബലം പിടിക്കല്ലേ. ഇത് തന്നെയാണ് പറ്റിയ സമയം. ഞാൻ നിന്റെ മനസ്സിലുള്ള കാര്യം ആശാനോടും മുരുകനോടും പറയാൻ പോവാ. അവര് പിന്നെ മല്ലയായിട്ട് സംസാരിക്കട്ടെ. പറയട്ടെ. ഈ മൗനം ഞാൻ സമ്മതമായിട്ടെടുത്തോട്ടെ? അല്ല, മല്ലയോട് പറയാനുള്ള സമ്മതം. ആ വീട് പണിയൊന്ന് വേഗം തീർക്കാൻ പറയണം. അല്ലെങ്കിൽ ഒരു വാടക വീടെടുത്ത് ഞങ്ങൾ ഉടനെ അങ്ങ് മാറ്റണം. എന്താ ദിടീരങ്ങനെ തോന്നാൻ കാരണം? നിങ്ങളുടെ കൂടെ ഉള്ള ആളെ കൊണ്ട് വലിയ ശല്യമായിരിക്കാം. ആര്, മുരുകനോ? അവൻ നിന്നെ എന്ത് സെല്ലേ ചെയ്തു? എന്നെ അല്ല, മീനാക്ഷിയെ. അതുമല്ല തമാശക്കാക്കി പറഞ്ഞതാ. കളിയും തമാശ ഒന്നും അവളുടെ അടുത്ത് വേണ്ട. എനിക്കോ ചീത്തപ്പേരായി, ഇനി അവൾക്ക് കൂടി ചീത്തപ്പേരുണ്ടാക്കി വെക്കണോ? നിന്റെ ഒരു ചീത്തപ്പേരുണ്ടായാൽ അത് കളയാതെ നോക്കേണ്ടത് നിൻ ജവാബ്ദാരി, നന്തല്ല. കളിയാക്കണ്ട. മല്ലയ്ക്ക് നല്ല ചീത്തപ്പേരാ. ആ ഡോക്ടർ പെണ്ണായിട്ടുള്ള അടുപ്പം ഈ നാട് മുഴുവനും പാട്ടാ. പാട്ട് മാത്രമല്ല, എന്റെ പാരഡി ഇറങ്ങിയിട്ടുണ്ട്. സീടാ, ഈ നാട്ടുകാരെ കൊണ്ട് ഞാൻ തോട്ടല്ലോ. ഇവരത് എങ്ങനെ മണത്തറിഞ്ഞു? ഞാനിത് രഹസ്യമായിട്ട് വെച്ചിരുന്നതാണല്ലോ. ഇയാളത്ര ശരിയല്ലെന്ന് എനിക്ക് പണ്ടേ അറിയായിരുന്നു. ഒരു പാതിരായിക്ക് എന്റെ മുറി കയറി വന്നല്ലേ. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? പാതിരാത്രി പെൺപിള്ളേരെ മുറി കയറി ചെല്ലുമ്പോ അവരറിയാതെ കയറി ചെല്ലണ്ടേ? അല്ലെങ്കിൽ നമുക്ക് ചീത്തപ്പേരാ. എളുപ്പിനൊരു 3 മണിക്ക് ചെന്നുള്ളൂ, കുഴപ്പമുണ്ടാക്കൂല. എന്റെ അനുഭവത്തിനാ ഞാൻ പറയണത്. കുട്ടിയുടെ കാര്യത്തിലല്ല, നമ്മുടെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയി കാർത്തിയാനില്ലേ, ഇരിങ്ങാലക്കുട ജംഗ്ഷനിൽ പാലുറ്റി നടന്ന എന്നെ കെട്ടിയിട്ട് നാട്ടുകാരെല്ലാം പോയപ്പോ ജെറ്റിട്ടോടിയില്ലേ ഞാൻ. ഇത്രയും കാലം ഞാൻ ഇതെല്ലാം മറച്ചു വെച്ചു. ഇനി ഞാൻ ഇതെല്ലാവരോടും പറയാൻ തന്നെ പോവാ. നീ പോയി പറയടി. കുറെ നാളായാലോ നീ ഇത് പറഞ്ഞ് എന്നെ വേടിപ്പിക്കുന്നു. ഇനി ഞാനൊരു സത്യം പറയട്ടെ. അന്ന് ഞാൻ വന്നത് ശരിക്കും നിന്നെ നശിപ്പിക്കാനാ. നീ പെട്ടെന്ന് എഴുന്നേറ്റത് കൊണ്ട് നീ രസപ്പെട്ടു. ഇനി നിന്നെ രസപ്പെടില്ലടി. ഇത് കണ്ടോ, ഇത് ബോധകെടുത്താനുള്ള സ്പ്രേയാണ്. ഇത് അടിച്ചിട്ട് നിന്നെ നശിപ്പിക്കും. മുന്ത ഹിന്ദ എന്നോട് നശിപ്പിക്കും. അതെ, മല്ലയെ സൂക്ഷിക്കണം. പൂട്ടിയിട്ടതായണ പോലും വെടിവെച്ച ആളാ. ഈ ഇരുമ്പിന്റെ ചുരിദാർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ചോളൂ. അല്ലെങ്കിൽ വേണ്ട, അയാൾ അങ്ങനെ വിട്ട ശരിയാവില്ലല്ലോ. ഞാൻ വന്ന് കുട്ടിക്ക് കൂട്ടുകെടുക്കാം. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആ മീനാസി സെല്ല് ചെയ്യരുതെന്ന്. നിനക്ക് നാച്ചിക്കാകിൽവാ? ഓ, മല്ലയ്യ അത്ര നല്ല പിള്ളയൊന്നും ചമയണ്ട. പാതിരാത്രി മുറി കയറി ചെന്നിട്ട് ബോധം കെടുത്തിട്ടുള്ള പദ്ധതി പറയുന്നൊക്കെ ഞാനും കേട്ടു. എടാ, അത് ഞാനവിടെ സുമ്നെ പട്ടിക്കാൻ പറഞ്ഞതല്ലേ. ഇത് നിജവാകിലോ ഷേവിംഗ് ക്രീമോ? അയ്യേ, എന്ത് പണി കാണിച്ചേ. ഇതെവിടുന്ന സെന്റാ? ഇത് ഏക്കറാണ്. ഇന്ന് കുളിച്ചില്ലേ? ഒന്നടിച്ചേ. എടബാദൂരി, ഇത് ബോധം കെടുത്തണം മരുന്നാണ്. ഇത് അടിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് എഴുന്നേക്കുള്ളൂ. ഇതുകൊണ്ട് എങ്ങനെ പോണത്? അത് പറയാൻ പറ്റില്ല. കൊച്ചു കെള്ളി, ഉച്ചമയക്കത്തിലാണല്ലേ. ഞാൻ മയക്കിത്തരാം. അയ്യോ, ബോധം കെടും, ബോധം കെടും. ഇതടിച്ച ബോധം കെടും.
ബോധം കെടാനുള്ള സ്പ്രേ തന്നെ. എന്റെ കല്യാണമാണ്. ആദ്യത്തെ കുറി പെണ്ണിന്റെ അച്ഛന് തന്നെ ഇരിക്കട്ടെ. എന്തെങ്കിലും മിഴിച്ചു നോക്കുന്നത്? നിങ്ങളൊക്കെ ഒരു ഉത്സാഹം കാണിക്കാത്തത് കാരണം മാസവും തീയതിയൊക്കെ ഞാൻ തന്നെ അങ്ങ് ഉറപ്പിച്ചു. അടുത്ത മാസം 18-ാം തീയതി 10-നും 10:30-ക്കും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ. ഇങ്ങനെ പെട്ടെന്നോ? ഇനി ഒരു മാസമല്ലേ കിടക്കുന്നത്. സ്ത്രീധനമായിട്ട് പൊന്നോ പണവോ ഒന്നും ചോദിച്ചിട്ടില്ല. കല്യാണ ചെലവ് പോലും ഞാനാണ് വഹിക്കുന്നത്. പിന്നെന്താ? എന്തൊക്കെയായാലും ശരി, അങ്ങനെ ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ നടത്താൻ വിചാരിക്കണ്ട. അളിയൻ ആള് കൊള്ളാമല്ലോ. കാശ് കടം വാങ്ങുമ്പോ ഈ നിൽക്കുന്ന നിന്റെ അച്ഛൻ പണ്ട് എനിക്കൊരു വാക്ക് തന്നിരുന്നു. ഇപ്പൊ നിന്റെ പെങ്ങള് വലിയ ഡോക്ടറായപ്പോ അത് മാറ്റി പറഞ്ഞോണ്ടല്ലോ. ഇവിടെ ഉണ്ടായിരുന്നോ? നീ വിചാരിക്കുന്നുണ്ടാവും നിന്റെ സൗന്ദര്യം കണ്ട് മതിമയങ്ങി ഞാനങ്ങ് കല്യാണത്തിന് ഒരുങ്ങാണെന്ന്. അതൊന്നും അല്ലടി. ഇപ്പൊ ഇതെന്റെ ഒരു വാശിയാ, നിന്റെ മറ്റവനോട് ജയിക്കാനുള്ള വാശി. കൊള്ളാം. തന്നെ പോലെ ഒരു ക്രിമിനലിനെ വിവാഹം കഴിക്കുന്നതിനേക്കാൾ നല്ലത് ആത്മഹത്യ ചെയ്യുന്നതാ. ആ കർണാടകക്കാരന്റെ ബലത്തിൽ കിടന്ന് നെകിളിച്ചോണ്ടല്ലോ നിന്റെ കഴുത്തിന് അരിഞ്ഞോളയും. അയ്യോ, അവനൊന്നും ചെയ്യല്ലേ. എന്റെ നേരെ കൈവൊക്കെ. എന്റെ തീരുമാനം പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിലുണ്ടല്ലോ എല്ലാറ്റിനും ജീവനോടെ കത്തിക്കും ഞാൻ. എന്തല്ലേ അവന്റെ ആ ശുഷ്കാന്തി കണ്ടമല്ലയാ. വൃത്തി കിട്ടവനെ, നീ എന്തിനാണ് അവന്റെ സുസ്കാന്തി നോക്കുന്നത്? അയ്യോ, വാക്കുകളുടെ അന്തസ്സത്തെ മനസ്സിലാക്കി സംസാരിക്കുമല്ലേ. നീ അന്തസ്സില്ലാതെ സംസാരിക്കുന്നത്. മല്ല ഇനി മലയാളം പഠിക്കാതെ ഞാൻ മുന്നിൽ വരില്ല. ಹೋಗಲ್ಲ നാച്ചിക്കയിൽ തോനെ. ഡാക്ടർ എന്താ ഇങ്ങോട്ട്? നാട്ടുകാര് പറയുന്ന കഥകളെല്ലാം അറിയുന്നുണ്ടോ? അതിനൊരു ക്ഷമ പറയാൻ കൂടിയാ ഞാൻ വന്നത്. നാഗേന്ദ്രന്റെ കല്യാണം ഒഴിഞ്ഞു പോകാൻ വേണ്ടി എന്റെ ചേട്ടൻ തന്നെ അങ്ങനെ ഒരു കഥ ഉണ്ടാക്കി പറഞ്ഞത്. അത് മല്ലയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നറിയാം. മറ്റൊന്നും ചിന്തിക്കാതെയാണ്. അതൊന്നും സാരമില്ല. ഇപ്പൊ കാര്യങ്ങളെല്ലാം കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകുന്നത്. ആ നാഗേന്ദ്രൻ തീയതി ഉറപ്പിച്ച് കല്യാണക്കുറി വരെ അടുപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ നാട്ടുകാര് പറയുന്നതിൽ കാര്യമുണ്ട്. കണ്ടില്ലേ? എല്ലാം ശരിയാകും. ലക്ഷ്മിന്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കും. നിംതി ആഗ്രഹം. കാഴ്ച കാണാൻ നിൽക്കാതെ വരുന്നുണ്ടോ താൻ? ഞാൻ ഈ കാഴ്ചയിലുള്ള ഭ്രമരമാണ് ശ്രദ്ധിച്ചത്. ഇങ്ങനെയൊക്കെയാണ് തന്മാത്രകൾ ഉണ്ടാവുന്നത്. കൊള്ളാല. ഞാനിങ്ങനെ നിന്റെ കൂടെ എപ്പോഴും നടക്കുന്നത് കൊണ്ട് നാട്ടുകാര് ചില പരദൂഷണങ്ങളൊക്കെ പറയുന്നുണ്ട്. സൂക്ഷിക്കണം. എന്താ? അല്ല, ചില നാടുകൾ പറയാ ഞാൻ നിന്റെ വേലക്കാരനാണെന്ന്. ശരിയല്ലേ? ശരിയാണെങ്കിൽ നടന്നോ. അതിനെ തുറപ്പിച്ചു നോക്കണമെന്നാണ്. നമുക്കൊന്നും വിധിച്ചിട്ടില്ല. കേറിക്കോ. വേണ്ട, ഇതിനു മുൻപ് നടന്നു തന്നെ പോയിക്കൊണ്ടിരുന്നത്. എല്ലാം പഴയതുപോലെ തന്നെ ആയിക്കോളാം. മാക്രി, ഗൗരിക്കെന്താ ഒരു പിണക്കം? ഗൗരിക്ക് മാത്രമല്ല, എനിക്ക് മല്ലയോട് പിണക്കുക. നമ്മൾ തമ്മിൽ ഇത്ര അടുപ്പായിട്ടും ആ ഡോക്ടർ പെണ്ണായിട്ടുള്ള ഡിംഗോളിഫിക്കേഷൻ മല്ല എന്നോട് പറഞ്ഞില്ലല്ലോ. പറഞ്ഞിരുന്നെങ്കിൽ എന്ത് ബ്രോക്കർ പണിയും ഞാൻ ചെയ്യുമായിരുന്നില്ലേ. കാറ്റാപ്പിള്ളിയോട് പോകാൻ പറ. നിങ്ങളുടെ വിവാഹം ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ നടത്തി തരും. കുരവിടാൻ ഈ ഗൗരി ഉണ്ടാവും. ഇല്ല മോളെ? ഏടാ മാക്രി മൂർക്ക, നീ എന്താ വിസാരിച്ചത്? നല്ല പ്രായത്തില് മള്ളയെ പ്രേമിച്ചിട്ടില്ല, പിന്നല്ലേ സീത്ത പ്രായത്തില്. പിന്നെ മള്ളയുടെ അടുത്ത് ആര് സഹായം ചോദിച്ചാലും മള്ളയെ കൊടുക്കും. അത് ലക്ഷ്മി ചോദിച്ചാലും കൊടുക്കും, ഈ ഗൗരി ചോദിച്ചാലും കൊടുക്കും. അല്ലാതെ അതിലൊന്നും ഒരു കാര്യവുമില്ല. നീ വേണ്ടാതെ പറഞ്ഞാലുണ്ടോ ഞാൻ അല്ല അടിവെച്ചു തരും. അതായിത്താ മനസ്സിലായോടി ഡഡി. നല്ല ഗൗരി, ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയൂ. മല്ലയ്യ ഡോക്ടറെ കെട്ടാൻ പോണെന്ന് പറയുമ്പോ നിനക്കെന്താ ഇത്ര വെപ്രാളം ദേഷ്യം? അതുപോലെ അങ്ങേര് വന്നതിനെ ഈ വിശദീകരണമൊക്കെ തരുന്നത്. ഇതിൽ നിന്നും നമുക്കെന്താ മനസ്സിലാവുന്നത്? രണ്ട് മത്സര പിടുത്തക്കാർ തമ്മിൽ സ്നേഹിച്ചാൽ ഇങ്ങനെ ഇരിക്കും. പുറമേ ഗുസ്തി കണ്ടു നിൽക്കുന്ന നമ്മളൊക്കെ മണ്ടന്മാരും. പോകോ വലേട്ടാ. ഏട്ടനോ? ഇപ്പൊ ശരിയായി. ആശാനൊന്ന് വേഗം വാ. ആ മുരുകൻ ഇങ്ങനെ ഒരു സന്മനസ് കാണിച്ചതുകൊണ്ട് ഇപ്പൊ ഇതിനകത്തെങ്കിലും ഒന്ന് സഞ്ചരിക്കാറായി. എനിക്ക് അവനെ അത്ര പിടിക്കുന്നൊന്നുമില്ല. ഒരു വായി നോക്കി. ഏയ്, മുരുകൻ ആള് ഡീസന്റാ. ബാപ്പാന്റെ ഭാര്യ കുട്ടികൾ എന്ത് വിളിക്കും? ഉമ്മ. ആണേ. തന്നോളൂ. ഏറ്റവും തോന്നുന്ന എന്തുവാടാ ചെസ് കളിക്കുന്നു? ചീട്ടിട്ടടാ. ഓ,
ഉമ്മ തന്നില്ല. അവനേതായാലും ഉമ്മ ചോദിച്ചതല്ലേ, ചെന്ന് കൊടുക്കടാ. അയ്യേ അയ്യനെ വൃത്തിയാക്കുന്നത് അയ്യേ എന്ത് രതിവകൃതമാണ് ഈ കാണിക്കുന്നത്? ഇവന്റെ സ്ഥിതി ഇതാണെങ്കിൽ കാണാൻ കൊള്ളാവുന്ന ഞാൻ എന്ത് വിശ്വസിച്ച് ജീവിക്കും? നാണം ഉണ്ടോടാ നിനക്ക് ആ പെണ്ണിന്റെ പുറകെ വൃത്തിയോട് പറയാൻ? വല്ലവന്റെ വീട്ടിൽ കയറി വെള്ളം അടിച്ച് ചീട്ട് കളിക്കുന്നതിന് അത്ര വൃത്തിയായിട്ടില്ല. തോന്നിവാസം കാണിച്ചിട്ട് നീ മറ്റേ വർത്താനം പറയുന്നു. അടിച്ചെന്നെ മോനാടെ ഷേപ്പ് ചെയ്യാൻ പറ്റും. ആളാകാൻ നോക്കല്ലേ. മല്ലയെ കുപ്പിയിലാക്കി 10 ലക്ഷം വാങ്ങിച്ചോണ്ട് പോയിട്ട് ഡെയിലി കുപ്പിയായിട്ട് വന്നേക്ക. ഇനിയും വല്ല നക്കാപ്പിച്ചും കിട്ടുമെങ്കിൽ വാങ്ങിച്ചോണ്ട് പോയിക്കണം, അല്ലാതെ ഭരിക്കാൻ വന്നോണ്ടല്ലോ. എന്താണ് പറഞ്ഞത്? ചന്ദ്ര വേണ്ട. വീടാനല്ലേ പറഞ്ഞത്? അവനെ തൊട്ട കൊണ്ണുകളയുണ്ട്. ഓഹോ, അപ്പൊ എന്നെക്കാളും വലുത് മല്ലേക്ക് ഇയാളാണല്ലേ? നൻകെ നീയും അവനും ഒരു പോലെയാ. ഈ വീടിന്റെ പഴയ ഉടമസ്ഥൻ, അല്ലാതെ എന്ത് ബന്ധം മല്ലേക്ക് ഇയാളായിട്ടുള്ളത്? അങ്ങനെയൊക്കെ ചോദിച്ചാ ഈ ഞാനും ആരാ അല്ലേ? പണ്ട് മസനഗുഡിയിൽ തോട്ടം വാങ്ങിക്കാൻ വന്നപ്പോ നിലവിലുണ്ടായിരുന്ന കാര്യസ്ഥന്റെ മോൻ, അത്രല്ലേ ഉള്ളൂ. അങ്ങനെയാണ് നിന്നെ ഞാൻ കരുതിയിരിക്കുന്നത്. ആണോടാ? എന്താ ചന്ദ്ര ഇത്? മല്ല എന്നോട് ക്ഷമിക്കണം. മീനാക്ഷിയുടെ മോശമായി പെരുമാറുന്നത് കണ്ടപ്പോ പെട്ടെന്ന് ഞാൻ ഓഹോ, എന്നിട്ടാണ് നിന്നെ ന്യായം പറയണത്? മീനാക്ഷി സെല്ലി ചെയ്യരുത് നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞോണ്ട് മാനകെട്ട മകൻ. മറ്റുള്ള പെമ്പിളാരെ കണ്ട പോലൊന്നുമല്ല അവളെ ഞാൻ കണ്ടതും അടുത്ത് പെരുമാറിയത്. അതിപ്പോ അത്ര വലിയ തെറ്റായി പോയെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. മിണ്ടരുത്, കൊള്ളുണ്ണൻ. മല്ലയ്യ, ഞങ്ങള് കാരണം ഇനി നിങ്ങൾ തമ്മിൽ വഴക്കു വേണ്ട. ഞങ്ങൾ ഇന്ന് തന്നെ ഇവിടെ ഇറങ്ങിക്കോളാം. പോകേണ്ടത് നിങ്ങളല്ല, ഇവനാ ഇവൻ. അല്ലെങ്കിൽ ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കാം. ഇനി പോകുള്ള മുറുക ബാടാന്നൊന്നും പറയാൻ നിൽക്കരുത്. നീ ഇങ്ങോട്ട് വരേതേ പേട. ഇനി എന്റെ പട്ടി വരും. മല്ലേക്ക് ഇപ്പൊ ബന്ധുക്കളൊക്കെ ആയല്ലോ. തളർന്നിരിക്കുന്നതും കിടക്കുന്നതും ആയിക്കോ. എല്ലാവരും കൂടെ ഇവിടെ സുഖമായിട്ട് ജീവിച്ചോ. ഞാൻ ആർക്കും ഒരു ശല്യമാവുന്നില്ല. സാർ അറിഞ്ഞോ, കോടതിയിൽ മൊഴി നൽകേണ്ട കൃഷ്ണദാസ് ഇന്നലെ ഒരു കാർ ആക്സിഡന്റിൽ മരിച്ചു. ഇനി ഇവൻ എങ്ങനെ സത്യം തെളിയിക്കുന്ന എനിക്ക് അറിയേണ്ടത്. എന്റെ റോള് തീർന്നു. കണക്കുകളൊക്കെ വേഗം തീർത്തണം. അതിവിടെ വെച്ച് വേണ്ട, നാട്ടുകാരുടെ മുമ്പിൽ വെച്ച്. ഒരു തരിമ്പ് ജീവൻ ബാക്കി വെച്ചിട്ട് ഞാൻ ഇവനെ നാട്ടുകാരുടെ മുമ്പിലേക്ക് അങ്ങ് എറിഞ്ഞു കൊടുക്കും. പിന്നെ അവര് നോക്കിക്കോളും. ജനങ്ങളെ വഞ്ചിച്ചവനെ ജനങ്ങൾ ആക്രമിച്ചു കൊന്നു. അതായിരിക്കണം നാളത്തെ വാർത്ത. അല്ലാതെ ഇവനൊക്കെ ജയിലിൽ പോയ കുറച്ചുനാൾ കഴിയുമ്പോ ഇങ്ങ് ഇറങ്ങി പോരും. ഇതാവുമ്പോ ഇവിടെ വെച്ച് തന്നെ എന്നേക്കുമായ അന്ത്യം. കൊണ്ടിയെന്ന് ഇറക്കിവനെ ഭ്രാന്തളകിയ ജനത്തിന്റെ മുന്നിലേക്ക്. നമ്മളെ ചതിച്ചുണ്ടാക്കുക ഇതെല്ലാം. അവന്റേതായി ഭൂമിയിൽ ഒന്നും ഉണ്ടാകാൻ പാടില്ല. വെട്ടി നിർത്താനല്ല, വെട്ടിക്കളയണല്ല, അരിഞ്ഞു തള്ളണ. പോ. വേണ്ട, കണ്ടോ? ഈ നാട്ടുകാർ മുഴുവൻ ഇപ്പൊ നാഗേന്ദ്രന്റെ ഭാഗത്താ. ഇവരുടെ മുമ്പിൽ നീ കള്ളനാ. മകളെ കെട്ടിക്കാനും വീട് പണിയാനും സ്വരുക്കൂട്ടി വെച്ചിരുന്ന ഇവരുടെ പണം മോഷ്ടിച്ചോണ്ട് പോയ കള്ളൻ. എല്ലാം കൈവിട്ടു പോയല്ലോ ഗോപാല. ഇനി എന്ത് ചെയ്യും? സത്യം അറിയാവുന്ന ഒരേ ഒരാൾ ഉണ്ണിത്താൻ മാത്രമേ ഉള്ളൂ. ഇനി ഉണ്ണിത്താൻ സംസാരിക്കണം. ഇനി നീ എന്തൊക്കെ വിളിച്ചു പറഞ്ഞാലും ഇവരാരും വിശ്വസിക്കില്ല. ഇപ്പൊ ഞാനൊരു വിരൽ അനക്കിയാ മതി, ഇവിടെ ഒരു പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ നിന്നെ ഇവർ കൊല്ലും. പക്ഷെ നിന്നെ എനിക്ക് വേണം. ഇവരുടെ മുമ്പിൽ എനിക്ക് ജയിക്കണം. എന്നെ തോൽപ്പിച്ചിട്ട് നീ രക്ഷപ്പെട്ടു. എനിക്ക് രസപ്പെടണ്ട. ഇവർ മുന്നിൽ വെച്ച് നിനക്കൊന്നാ മതി. ഞാൻ അച്ഛനെ പോലെ സ്നേഹിച്ച മനസ്സിനെ വെട്ടിയതിന്, ഈ നാട്ടുകാരെ മുന്നിൽ എന്നെ കള്ളനാക്കിയതിന് നിന്നെ കൊല്ലണം. നായിന്റെ പട്ടി പട്ടി മോനെ. വേണ്ട,
ഇദ്ദേഹത്തിന്റെ സംസാരശേഷി ഒരിക്കലും തിരിച്ചു കിട്ടില്ല. ഇനി ആ പ്രതീക്ഷ വേണ്ട. ഇനി എന്താ ചെയ്യാ? ഇനി മല്ലയ്യ പറഞ്ഞൊരു ബുദ്ധിയുണ്ട്. അടിച്ചു കൊല്ലണം അവനെ. ഉണ്ണിത്താൻ സംസാരിച്ചേ, ഉണ്ണിത്താൻ സംസാരിച്ചേ, ഉണ്ണിത്താൻ സംസാരിച്ചു. ഉണ്ണിത്താനെ വെച്ചത് മല്ലയല്ല, ഈ നിൽക്കുന്ന പണിക്കരാ. ഞാനോ? ആ, താൻ തന്നെ. തോന്നിയാസം പറയരുത്. ഒരു തോന്നിയാസമില്ല. ഉണ്ണിത്താൻ സംസാരിക്കാൻ ചെയ്ത് ഞങ്ങളത് കേൾക്കാൻ ചെയ്ത്. അതെ, ഞാനാരെയും കുത്തിട്ട് വിട്ടിട്ടൊന്നുമില്ല. ഉണ്ണിത്താൻ വെളിവില്ലാതെ വല്ലതും പറഞ്ഞായിരിക്കും. അയ്യോ, എന്നെ ഒന്നും ചെയ്യരുത്. ഞാനല്ല ഉണ്ണിത്താനെ വെട്ടിയത്. ഈ നാഗേന്ദ്ര മുതലാളിയാ. ഈ നാഗേന്ദ്ര മുതലാളി വെട്ടുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എന്റെ മക്കളാണ് സത്യം. പറ മുതലാളി, പദമിളകി ആന കുത്താൻ വന്നാലും നെഞ്ചും വിരിച്ച് നേരിടണമെന്നല്ലേ? മുതലാളിയാണ് വെട്ടിയതെന്ന് നല്ല അന്തസ്സായിട്ട് നിന്ന് പറ. ഇനി ഞാൻ അപ്പുറത്ത് നിന്നില്ലേ രക്ഷയില്ല മുതലാളി, എന്നോട് ക്ഷമിക്കണം. നീ നാട്ടുകാരെ പൊട്ടം കളിപ്പിക്കലടാ നായിന്റെ പട്ടി മോനെ. ശിവന് ഗോപാല നൻകെ നൻപക്ക ಗೊತ್ತಿಲ್ಲ ನನ್ ಮಗನೇ. കുറിച്ചെടുത്തിക്കോ, വിടണ്ട. ഞാനൊന്ന് ചെണ്ട കൊട്ടട്ടെ. ശിവന് നമുക്കുള്ളേരില്ല, അതിന്റെ പേരിൽ പിള്ളേരെ ഏൽപ്പിച്ചു കൊടുത്തു. മരിക്കുന്നവരെ ഞാൻ കൂടെ കാണും, എന്നെ കൈ വിടരുത്. മല്ലയ്യയുടെ കൂടെ ഇനി ഞങ്ങളുണ്ടാ. പൊക്കടാ ശിവനെ. ശിവനെ, പണിക്കാരാ സൂക്ഷിച്ച് തള്ളനെ, കയറ്റമാണ്. ഈ പണിയെടുത്ത് ജീവിക്കുന്നതാ ഏറ്റവും വലിയ പണി. ഈ വണ്ടിക്കാളയൊക്കെ സമ്മതിക്കണം. ആഹാ, നിനക്ക് ചുമടാണല്ലേ പണി, ഞാൻ വണ്ടിക്കാളയാ. അങ്ങോട്ട് സ്പീഡിന് നടകാളെ. അത് ശരി, നമുക്ക് പണിയും തന്നിട്ട് മല്ലയ്യ കുടുംബാസൂത്രണങ്ങളുമായിട്ട് എങ്ങോട്ടാ? നൻപൊക്കെ ഗൊത്തില്ല നൻ മകനെ. കൊത്തലക്ക് നിർത്തിച്ചില്ലേ? ഹലോ, പിടിവിടല്ല പണിക്കരെ, പിടിവിട്ടല്ലേ. ഇന്നിനെ എന്നെ പ്രതീക്ഷിക്കണ്ട. ഞാൻ